നമസ്കാരം. പ്രൈം ടൈമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ പുറത്തു വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെ ഒപ്പം തന്നെ പ്രത്യേക സെഗ്മെന്റുകളിലൂടെയൊക്കെ ഇനിയുള്ള ഒരു മണിക്കൂർ സമയം നമ്മൾ കടന്നുപോകും. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം പരിഷ്കരിക്കാനൊരുങ്ങുന്നു എക്സൈസ് വകുപ്പ്. മദ്യനയം പിന്തുടർന്നു പോരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിക്കും. വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിന്റെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാര നടപടികൾ. പാർട്ടിയുടെ അനുമതി ലഭിച്ചാൽ അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ മദ്യനയം അവതരിപ്പിച്ച് പാസാക്കും. 24 പ്രൈം ടൈം എക്സ്ക്ലൂസീവ്. ആർ ശ്രീജിത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്താണ് മദ്യനയവുമായി ബന്ധപ്പെട്ട് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം? സർക്കാരിന്റെ നീക്കവും ഇപ്പോൾ നടക്കുന്ന ആലോചനകളും എങ്ങനെയാണ്? ആർ ശ്രീജിത്ത്. റിജിത്ത്, 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള മദ്യനയം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. പല കാരണങ്ങളാൽ മദ്യനയം പുറത്തിറക്കുന്നത് വൈകുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വൻകിട മദ്യനിർമ്മാണശാല വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ മദ്യനയത്തിൽ ഒരു സമഗ്രമായ പരിഷ്കരണം നടത്താനുള്ള ഒരുക്കത്തിലാണ് എക്സൈസ് വകുപ്പ്. അതിന് കരട് തയ്യാറായി കഴിഞ്ഞു. CPIMന്റെ രാഷ്ട്രീയ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ അത് മന്ത്രിസഭാ യോഗത്തിൽ അവതരിപ്പിച്ച് പാസ്സാക്കാനാണ് തീരുമാനം. നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മദ്യനയത്തിൻ്റെ ഭാഗമായ യാഥാസ്ഥികമായ എല്ലാ വ്യവസ്ഥകളെയും പൊളിച്ചെഴുതുന്ന ഒരു ഉദാര സമീപനം എക്സൈസ് വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 1-ാം തീയതി മദ്യവിൽപ്പന പാടില്ല, മദ്യം വിൽക്കുന്ന സമയക്രമത്തിലൊക്കെ തന്നെ നിയന്ത്രണങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളിലാണോ ഒരു പരിഷ്കരണം വരാൻ പോകുന്നത്, അതോ മറ്റുള്ള കാര്യങ്ങളിലാണോ എന്ന കാര്യം വ്യക്തമല്ല. എന്തായാലും ഡിസ്റ്റിലറികൾ അടക്കം അനുവദിക്കുന്ന കാര്യത്തിലെ നിലവിൽ ഡിസ്റ്റിലറികൾ അനുവദിക്കാൻ 2022-23 മദ്യനയത്തിന് അനുമതിയുണ്ട്. ആ വ്യവസ്ഥകളടക്കം കുറച്ചുകൂടി ഉദാരമാക്കുന്ന സമീപനം ഉണ്ടാകും. എന്തായാലും പുതിയ ഡിസ്റ്റിലറികളടക്കം സർക്കാരിനെ ഈ സംസ്ഥാനത്ത് സംരംഭം തുടങ്ങാൻ സമീപിക്കുന്നുണ്ട്. ഒരു ഡിസ്റ്റിലറി നേരിട്ട് എക്സൈസ് വകുപ്പിനെ കണ്ടു. അത് നിയമാനുസൃതം അപേക്ഷ നൽകാൻ അവരോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇതനുസരിച്ചുള്ള പരിഷ്കാരങ്ങളും മാറ്റങ്ങളും പുതിയ മദ്യനയത്തിൽ ഉണ്ടാകും. എന്തായാലും അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ മദ്യനയം കൊണ്ടുവന്ന് പാസ്സാക്കാനാണ് ഇപ്പോഴത്തെ ആലോചന. ഇതിൻ്റെ ഭാഗമായി നിലവിൽ മദ്യ ലഭ്യത കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പരമ്പരാഗതമായി കേരളത്തിൽ ഉണ്ടായിരുന്ന ചില യാഥാസ്ഥികമായ സമീപനങ്ങളെല്ലാം ഉണ്ട് ഈ മദ്യനയത്തിൽ. അതെല്ലാം മാറ്റിക്കൊണ്ട് ഒരു പരിഷ്കൃത സ്വഭാവത്തിലുള്ള ഒരു മദ്യനയം കൊണ്ടുവരുമെന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഈ മദ്യനയം സർക്കാർ വൈകിപ്പിക്കുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിമർശനങ്ങളൊക്കെ ഒരു ഭാഗത്ത് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ വലിയ രീതിയിലുള്ള പരിഷ്കാരത്തിലേക്ക് ഒരുപക്ഷെ കാര്യങ്ങൾ പോവുകയാണെങ്കിൽ എതിർപ്പുകളും പ്രതിഷേധവും ഒക്കെ അതും സർക്കാർ മുന്നിൽ കാണുന്നുണ്ടാകുമല്ലോ ശ്രീജിത്ത്. മദ്യനയം ഇത്തവണ നീണ്ടുപോയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം പറ്റി നിലനിന്നിരുന്നു. ജൂൺ കഴിഞ്ഞ ശേഷമാണ് പെരുമാറ്റച്ചട്ടം അടക്കമെല്ലാം മാറിയത്. പിന്നീട് ഈ മറ്റു കാരണങ്ങൾ കൊണ്ട് തന്നെ, രാഷ്ട്രീയ കാരണങ്ങൾ കൊണ്ട് തന്നെ അത് നീണ്ടുപോയി. പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പും മറ്റും വന്നു. അങ്ങനെയാണ് ഈ മദ്യനയം അവതരിപ്പിക്കുന്നത് നീണ്ടുപോയത്. ഇതിനിടയ്ക്ക് മദ്യനയത്തിൽ മാറ്റം വരുത്തണമെന്ന തരത്തിൽ ഉള്ള ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ ചില സംശയങ്ങൾ CPI അടക്കമുള്ള കക്ഷികൾ ചോദിച്ചിരുന്നു. അവരുമായിട്ടൊക്കെ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് പിന്നെയും നീണ്ടുപോയത്. അങ്ങനെ രാഷ്ട്രീയമായൊരു ക്ലിയറൻസ് കൂടി നേടിയ ശേഷം മന്ത്രിസഭാ യോഗത്തിൽ വെക്കാനുള്ള ധാരണയാണ് ഉണ്ടായത്. എന്തായാലും CPI നേതൃത്വമായടക്കം സംസാരിച്ച് ഇക്കാര്യങ്ങളിൽ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എങ്കിലും അന്തിമമായി CPIMന് ഒരു ക്ലിയറൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇത് വൈകുന്നത്. എന്തായാലും ഫെബ്രുവരി 19-ന് നാളെ മന്ത്രിസഭായോഗമുണ്ട്. അതിനടുത്തുള്ള മന്ത്രിസഭായോഗം ഫെബ്രുവരി 19-നാണ്. CPIM നേതാക്കളുടെ ഒരു ക്ലിയറൻസ് കിട്ടിക്കഴിഞ്ഞാൽ 19-ന് തന്നെ മന്ത്രിസഭായോഗത്തിൽ ഈ പുതിയ മദ്യനയം വരും എന്നാണ് നമുക്ക് എക്സൈസ് വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. സർക്കാരിന്റെ മദ്യനയം പരിഷ്കരിക്കാനൊരുങ്ങുന്നു എക്സൈസ് വകുപ്പ്. നേരത്തെ പിന്തുടർന്നു പോന്നിരുന്ന യാഥാസ്ഥിതിക സമീപനം ഉപേക്ഷിച്ചുകൊണ്ട് ഉള്ള ഒരു തീരുമാനം സർക്കാർ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നാണ് അറിയുന്നത്. വൻകിട മദ്യനിർമ്മാണശാല വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പരിഷ്കാര നടപടികൾ. ആർ ശ്രീജിത്ത് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. തൃശ്ശൂരിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയ്ക്ക് തുടർ ചികിത്സ നൽകാൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം വീണ്ടും അതിരപ്പിള്ളിയിലേക്ക്. വെള്ളിയാഴ്ച ദൗത്യം ആരംഭിക്കാനാണ് നീക്കം. ആനയ്ക്കായി കോടനാട് പ്രത്യേക ആനക്കൊട്ടിൽ സജ്ജീകരിക്കും. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, നേരത്തെ നൽകിയ ചികിത്സ ഫലപ്രദമല്ല എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ, ഈ മുറിവിൽ പുഴുവരിച്ച നിലയിലുള്ള സാഹചര്യം, ഇതിനൊക്കെ ഇടയിൽ തുടർന്ന് ഇനി എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം എങ്ങനെയാണ് സൂരജ്? TK, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് 24 ഈ മസ്തകത്തിൽ മുറിവേറ്റ ആനയുടെ മുറിവിൽ നിന്ന് ഈ പുഴുവരിച്ചിറങ്ങുന്ന ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടത്. ഈ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരു മെഡിക്കൽ സംഘത്തെ അടക്കം നിയോഗിച്ചുകൊണ്ട് ഇന്നും ഇന്നലെയുമായി എല്ലാം വലിയ രീതിയിലുള്ള പരിശോധന അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിരുന്നു. അതിൽ ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തുടരുന്നുവെന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി ചികിത്സ നടപ്പാക്കാനുള്ള തീരുമാനം. നേരത്തെയും ആനയ്ക്ക് ചികിത്സ നടപ്പാക്കിയതാണ്. TK സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി
ചികിത്സിക്കാനുള്ള ഒരു നീക്കമാണ് ആദ്യഘട്ടത്തിൽ ആലോചിച്ചെങ്കിലും പിന്നീട് ഈ സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തി ഈ മരുന്ന് വെച്ച ആനയെ കാട്ടിലേക്ക് മടക്കി വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. പക്ഷേ ആ ചികിത്സ ഫലപ്രദമാകാതിരിക്കുകയും ഈ മസ്തകത്തിലെ മുറിവിൽ നിന്ന് പുഴു അടക്കം അരിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഇതിപ്പോൾ കണക്കിലെടുത്തുകൊണ്ടാണ് ആനയെ മയക്കുവെടി വെച്ച് പിടികൂടുക, അതിനുശേഷം കൃത്യമായ ചികിത്സ ഉറപ്പാക്കുക എന്ന നിലപാടിലേക്ക് വനംവകുപ്പ് എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കോടനാട് ആനയ്ക്കായി പ്രത്യേക ആനക്കൊട്ടിലടക്കം സജ്ജീകരിക്കും. മൂന്നാറിൽ നിന്ന് ഇതിനു വേണ്ടിയുള്ള തടികൾ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളടക്കം വനംവകുപ്പ് സ്വീകരിച്ചു വരികയാണ്. വെള്ളിയാഴ്ചയോടുകൂടി ദൗത്യം ആരംഭിക്കാൻ കഴിയും എന്നുള്ളതാണ് വനംവകുപ്പ് കണക്കുകൂട്ടുന്നത്. ഡോക്ടർ അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള സംഘം വെള്ളിയാഴ്ചയോടുകൂടി അതിരപ്പള്ളിയിൽ എത്തും. നിലവിൽ ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അരുൺ സക്രി വിശ്രമത്തിലാണ്. അദ്ദേഹം നാളത്തോടുകൂടി മാത്രമാണ് ഈ വിശ്രമം അവസാനിക്കുക. അങ്ങനെയെങ്കിൽ വെള്ളിയാഴ്ചയോടുകൂടി അരുൺ സക്രിയും സംഘവും അതിരപ്പള്ളിയിലെത്തി ഈ ദൗത്യം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. കുങ്കിയാനകളെ അടക്കം എത്തിച്ചുകൊണ്ടായിരിക്കും ഈ ആനയെ പിടികൂടുക. അതിനുശേഷം കോടനാടെത്തി ആനയ്ക്ക് ചികിത്സ നൽകുക. പക്ഷേ അതേസമയം ഒരു ആശങ്കയുള്ളത് ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ചാൽ ഇനി എന്താകും സ്ഥിതി എന്നെ സംബന്ധിച്ചും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ടി കെ ശരി, സൂരജ് സജി വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ആ കാട്ടാനയുടെ ആരോഗ്യനില ദിനം പ്രതി വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അതിന് വീണ്ടും ചികിത്സ നൽകാനുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് പോവുകയാണ്. പക്ഷേ അതെങ്ങനെ സാധ്യമാകും എന്നത് സംബന്ധിച്ചൊക്കെയുള്ള ആശങ്കകൾ അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ എണ്ണപ്പന എസ്റ്റേറ്റിലെ തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ വനത്തിലേക്കും ആനവട്ടച്ചിറയിലെ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നു. പ്രദേശത്ത് കനത്ത പുകപടലമാണ്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കുളത്തൂപ്പുഴയിൽ നിന്ന് അരുൺരാജ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺരാജ്, വലിയ തീപിടുത്തമാണ് ഉണ്ടായത്. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം അത് ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു? എന്തെങ്കിലും വെല്ലുവിളികളുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? പുതിയ വിവരങ്ങൾ എന്താണ് അരുൺരാജ്? റിജിത്ത്, നിലവിൽ 80% തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോൾ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യൂണിറ്റുകൾ തീ പൂർണ്ണമായി അണശം അവർ മടങ്ങുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും അപ്പോഴും ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ പടരുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തേക്ക് വരുന്നു. കാരണം ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും തീ തുടരുകയാണ്. ഈ ജനവാസ മേഖലയിലേക്കടക്കം തീ പടർന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മളോട് സംസാരിച്ച വ്യക്തികളടക്കം പറഞ്ഞത്. നിലവിൽ ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥലത്തെ മെമ്പർ കൂടിയാണ്. നിലവിൽ ഈ ജനവാസ മേഖലയിലേക്ക് അടക്കം എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഓയിൽ ഫാം ലിമിറ്റഡിൽ കത്തിയിട്ട് അതിനോട് ചേർന്ന് കിടക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മാഞ്ചിയം പ്ലാന്റേഷനാണ്. ആ മാഞ്ചിയം പ്ലാന്റേഷനിലേക്ക് തീ പടർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 2 മണിക്കൂറിലധികമായി മാഞ്ചിയം പ്ലാന്റേഷനിൽ തീ പടർന്നിട്ടുണ്ട്. ഞങ്ങളും നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനുണ്ട്. അത് കത്തിയിട്ടാണ്. അതിനോട് ചേർന്ന് കിടക്കുകയാണ് ജനവാസ മേഖല. ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഉണ്ട്. അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വന്നിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു, ഞാനും ഒക്കെ ഉണ്ടായിരുന്നു. ജനവാസ കേന്ദ്രത്തിലേക്ക് തീ വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുത്തു. ഒരു പരിധി വരെ വിജയിച്ചു എന്ന് പറയാം. ആ പ്രദേശങ്ങളിൽ തീ ഒന്ന് അണഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ആ ഭീഷണി ഉയർന്നിരിക്കുക. കാരണം കാടെല്ലാം നല്ലപോലെ ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ തീ പടരാനുള്ള സാധ്യതയുണ്ട്. ഓയിൽ ഫാം കണ്ടഞ്ചർ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് 390 ഹെക്ടറാണ് കുളത്തൂപ്പുഴ എസ്റ്റേറ്റ്. അപ്പോൾ അതിൽ ആണ് ഈ തീ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് നല്ലൊരു ഭാഗം ഇപ്പൊ തീ കത്തിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പ്രോപ്പറായിട്ടുള്ള ഫയർ വാച്ചിങ്ങിന് ആവശ്യമായ ആളുകളില്ലാതെ വന്നിരിക്കുന്നു. പറഞ്ഞ നേരത്തെ നമ്മൾ ഉന്നയിച്ച ആ സാഹചര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുകയാണ്. കാരണം ഈ സ്ഥലങ്ങളിൽ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ചില സ്ഥലങ്ങളിലടക്കം ഇപ്പോഴും വീണ്ടും തീ പടരുന്നു. അവിടെ ഫയർഫോഴ്സിന്റെ അടക്കം സേവനമുണ്ട്. സാർ, നമുക്ക് ഇതുവരെ നടത്തിയ ഒരു ഉദ്യമം അത് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞെന്ന് തന്നെയാണ് വിശ്വാസം. കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇനിയിപ്പോൾ അവിടെ മാത്രമേ കുറച്ച് തീയുള്ളൂ. അവിടെ നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് നിന്ന് ഫയർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗങ്ങളിലൊക്കെ തീയായിരുന്നു. എല്ലാം 90%-ലധികം വിജയകരമായാണ്. അത്രയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ഇല്ല. നമ്മൾ കൂടുതൽ വാഹനങ്ങളുണ്ട്, കൂടുതൽ മാൻ പവർ വരുത്തിയിട്ടുണ്ട്. എല്ലാം നമ്മൾ പരമാവധി നമ്മുടെ റിസോഴ്സസ് പ്രയോജനപ്പെടുത്തി മാക്സിമം നമ്മൾ തീ പടർന്നത് അത് തടയാനുള്ള സാഹചര്യം അത് അവിടെ നമ്മുടെ ഫോറസ്റ്റുകാർ വിജിലന്റായിട്ട് അവിടെ ഉണ്ട്. നമ്മുടെ സേവനം ആവശ്യപ്പെടുന്ന മുറയ്ക്ക് നമ്മൾ അവിടെ എത്തും. നിലവിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മാഞ്ചിയം പ്ലാന്റേഷനിൽ അടക്കമുള്ള തീ പടരുന്ന സാഹചര്യം അതടക്കം കൃത്യമായി പരിശോധിക്കാനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്തായാലും ഈ മരങ്ങളിൽ അത് വീണ്ടും എണ്ണപ്പനകളിൽ തീപിടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ ആശങ്കയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നു. കാരണം ഒരു ഭാഗത്ത് പൂർണ്ണമായും തീ അടച്ച ശേഷം മടങ്ങുമ്പോഴാണ് മറുഭാഗത്ത് ഇത്തരത്തിൽ തീ പടരുന്നത്. അത് എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ കാണേണ്ട കാഴ്ച. എന്തായാലും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുമ്പോൾ ഈ വന്യമൃഗങ്ങളടക്കം പുറത്തേക്കിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ
അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞത്. കാരണം ഈ മ്ലാവിന്റെ അടക്കം സാന്നിധ്യം അത് കാട്ടുമേഖലയിൽ നിന്ന് പുറത്തേക്ക് എത്തുന്ന സാഹചര്യം അടക്കം ഉണ്ടായി. അത് രാത്രിയിലും ഉണ്ടാകും എന്ന ഭയം ഇപ്പോൾ നാട്ടുകാർക്കുണ്ട്. ഈ ജനവാസ മേഖലയിൽ 1.5 കിലോമീറ്ററിന് ചുറ്റളവിൽ അത് ഇപ്പോൾ തീ പടർന്നിരുന്നു. അവിടെ ഇപ്പോൾ ഫോറസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു രക്ഷാപ്രവർത്തനം ആ മേഖലയിൽ ആൾക്കാരെ മാറ്റുക അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ ജാഗ്രത ഈ രാത്രിയിൽ കൈവിടരുത് എന്നുള്ളതാണ് ഫോറസ്റ്റും അതുപോലെ തന്നെ പോലീസും ജില്ലാ ഭരണകൂടം എല്ലാം വ്യക്തമാക്കുന്നത്. കാരണം ഇത്രയധികം ദൂരത്ത് ഇത്രയധികം സ്ഥലത്തൊരു തീ പടർന്നിരിക്കുകയാണ്. അത് ഏതെങ്കിലും തരത്തിൽ രാത്രിയിൽ വീണ്ടും പടരാനുള്ള സാഹചര്യം ഉണ്ടാവാം. അതുകൊണ്ട് ഒരു ജാഗ്രത ഇക്കാര്യത്തിൽ ജനങ്ങൾ തുടരണം എന്നുള്ളതാണ് ഫയർഫോഴ്സ് ആവർത്തിക്കുന്നത്. ശരി, തീപിടുത്തം കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സമീപത്തെ വനത്തിലേക്ക് മാനവട്ടച്ചിറയിലെ വനംവകുപ്പിന്റെ മാഞ്ചിയം പ്ലാന്റേഷനിലേക്കും തീ പടർന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരപ്രകാരമാണെങ്കിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ അവിടെ ആ അർത്ഥത്തിലുള്ള ജാഗ്രത തന്നെ തുടരുന്നുണ്ട്. തീ അണയ്ക്കാനുള്ള ശ്രമം അവിടെ തുടരുകയാണ്. കുളത്തൂപ്പുഴയിൽ അരുൺരാജ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരത്ത് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. മംഗലപുരം ഇടവിളാകം സ്വദേശി ആഷിഖിനെയാണ് 4-അംഗ സംഘം ബലമായി കാറിൽ കയറ്റി കൊണ്ടുപോയത്. ബന്ധുക്കൾ മംഗലപുരം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഈ പരാതി? പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നത് എങ്ങനെയാണ് പ്രതീഷ്? റിജിത്ത്, ഇന്ന് രാത്രി 7:45 കൂടിയാണ് 10ാം ക്ലാസ്സുകാരനെ തട്ടിക്കൊണ്ടുപോയതായുള്ള പരാതി ഉയർന്നിരിക്കുന്നത്. വീട്ടിൽ നിന്ന് ബലമായി പിടിച്ചിറക്കുകയും കാറിൽ കയറ്റി കൊണ്ടുപോയി എന്നതാണ് ബന്ധുക്കൾ പരാതിയായി പറയുന്ന കാര്യം. മംഗലാപുരം ഇടവിളാകം സ്വദേശിയായ 10ാം ക്ലാസ്സുകാരൻ ആഷിഖിനെയാണ് കാറിലെത്തിയ 4-അംഗ സംഘം തട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇതിന്റെ കാരണം നിലവിൽ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ ആഷിഖിനെയും കൊണ്ടുപോയ വാഹനം ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോയി എന്നതാണ് നിലവിൽ പോലീസിന് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് പോലീസ് നിലവിൽ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിൽ നേരത്തെയും ഇതുപോലെ ആഷിഖിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയി മർദ്ദിക്കുകയും പിന്നീട് തിരികെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. നിലവിൽ ബന്ധുക്കൾ മംഗലാപുരം പോലീസ് സ്റ്റേഷനിലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മിസ്സിംഗ് കേസിന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലാണ് നിലവിൽ പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. ഏതെങ്കിലും തരത്തിൽ ലഹരി സംഘങ്ങൾക്ക് ഇതുമായി ബന്ധമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ നിലവിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും വൈകാതെ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുമെന്നതാണ് നമുക്ക് പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ശരി, 10ാം ക്ലാസ്സുകാരനെ ബലമായി 4-അംഗ സംഘം കാറിൽ കയറ്റി കൊണ്ടുപോയി എന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് എൻ്റെ അനിയനെ എൻ്റെ വീട്ടിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് അവൻ പോകുന്ന വഴി തന്നെ അവനെ പിടിച്ചോണ്ട് പോയി കാറിൽ ഒരു 4 പേര് ഉണ്ടായിരുന്നെന്നാണ് തോന്നുന്നത്. അവിടെ കണ്ട ആൾക്കാർ പറയുന്നത് 4 പേരുണ്ടെന്നാണ്. ഈവൻ മുമ്പേ കൊണ്ട് മർദ്ദിച്ചിട്ടുണ്ട്. 2-3 ദിവസം മുന്നേ കൊണ്ടുപോയി റൂമിൽ പൂട്ടിയിട്ട് അവനെ ഇടിച്ച് 5 വലിപ്പിച്ച് സ്റ്റേഷനിലെ കംപ്ലൈന്റ് ആയിട്ട് വന്നായിരുന്നു. കംപ്ലൈന്റ് എടുത്തില്ല. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതകത്തിൽ അടുത്ത മാസം കുറ്റപത്രം നൽകുമെന്ന അന്വേഷണ സംഘം ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. വിചാരണ വേഗത്തിലാക്കാൻ മണ്ണാർക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയിലേക്ക് കേസ് മാറ്റാൻ ആവശ്യപ്പെടും. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട്, വിശദമായ മൊഴിയെടുപ്പ് എന്നിവ പുരോഗമിക്കുകയാണ്. പ്രൈം ടൈം ബ്രേക്കിംഗ് നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, നാടിനെ നടുക്കിയ, കേരളം വിറങ്ങലിച്ചു നിന്ന അതിക്രൂര കൊലപാതകമാണ്. അതിൽ കുറ്റപത്രം നൽകാനൊരുങ്ങുന്നു അന്വേഷണ സംഘം. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നീക്കങ്ങൾ എങ്ങനെ? തെളിവുകൾ ഇതിനോടകം തന്നെ പരമാവധി ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് നിഖിൽ. ശ്രീജിത്ത്, ഗുഡ് ഈവനിങ്. നാളെ ഈ ചെന്താമര എന്ന അതിക്രൂരനായ പ്രതിയുടെ 2 കൊലപാതകങ്ങൾ നടത്തിയ, മുൻപ് അതേ വീട്ടിൽ ഒരാളെ കൊലപ്പെടുത്തിയ പ്രതിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയാണ്. നാളെ വിർച്വലി പ്രതിയെ കോടതിയിൽ ഹാജരാക്കുകയും ഈ റിമാൻഡ് കാലാവധി നീട്ടുകയും ചെയ്യും. അതായിരിക്കും നാളത്തെ നടപടി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ കുറ്റപത്രം നൽകാനാണ് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഇന്ന് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ഒരു യോഗം ചേർന്നു. ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി അവർ വിലയിരുത്തി. കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു കുറ്റപത്രം അത് നൽകാനാണ് അന്വേഷണ സംഘം ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ചില ഫോറൻസിക് രേഖകളടക്കം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ട്സ് അടക്കം പുറത്തു വരേണ്ടതുണ്ട്. അല്പം മൊഴികൾ കൂടി രേഖപ്പെടുത്താനുണ്ട്. ഇത് കഴിഞ്ഞാൽ അടുത്ത മാസം അവസാനത്തോടു കൂടി, മാർച്ച് അവസാനത്തോടു കൂടി കുറ്റപത്രം നൽകാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് അന്വേഷണ സംഘം. ഒരു തവണ പിഴച്ച കേസിൽ, അതായത് പോലീസിന് വലിയ വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്ന കേസിൽ ഇനി അത്തരമൊരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി
വേണ്ടി ഏറ്റവും കുറ്റമറ്റ രീതിയിലുള്ള ഒരു കുറ്റപത്രമായിരിക്കും പോലീസ് കോടതിയിൽ നൽകുക. അതിനു വേണ്ടിയിട്ടുള്ള കഠിന പരിശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇതിന്റെ ഭാഗമായാണ് ഈ പ്രതിയെ തെളിവെടുപ്പ് നടത്തുമ്പോൾ നേരത്തെ സംഭവിച്ച ആ കുറ്റകൃത്യം ക്രൈം സീനിന്റെ ഒരു പുനരാവിഷ്കരണം അടക്കം നടത്തിക്കൊണ്ട് അവർ തെളിവെടുപ്പ് നടത്തുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം ഒരു ആവശ്യം കൂടി ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവിക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. അതായത് ഈ വിചാരണ സാധ്യമാകുമെങ്കിൽ മണ്ണാർക്കാട് SC കോടതിയിലേക്ക് മാറ്റാൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം കൂടി അവർ ആരായുന്നുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് സമീപത്തെ കോടതികളിലെല്ലാം തന്നെ കൊലപാതക കേസുകളിൽ ഒരുപാട് വിചാരണ പൂർത്തിയാകാനുണ്ട്. 2019 മുതൽ ഇങ്ങോട്ടുള്ള വിചാരണകൾ പൂർത്തിയാകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് വൈകാനുള്ള സാധ്യതയുണ്ട്. കേരളം ഒന്നടങ്കം, മലയാളികൾ ഒന്നടങ്കം ഈ പ്രതിക്ക് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അങ്ങനെ പോലും ഒരു വിചാരണ വൈകൽ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ മണ്ണാർക്കാട്ടേക്ക് കേസ് മാറ്റാൻ കഴിയുമോ എന്നുള്ള സാഹചര്യം ഇപ്പോൾ ആരായുന്നത്. എന്തായാലും അത്തരത്തിലുള്ള സാധ്യതകൾ തേടുമെന്ന് ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകിയിട്ടുമുണ്ട്. എന്തായാലും നാളെ പ്രതിയുടെ റിമാൻഡ് കാലാവധി അവസാനിക്കുന്നു. അത് എക്സ്റ്റെൻഡ് ചെയ്യാനാണ് സാധ്യത. അടുത്ത മാസം അവസാനത്തോടുകൂടി കേരളം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഈ കേസിൽ പോലീസ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കും. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇനി. വീട് നിർമ്മാണത്തിൽ വ്യവസ്ഥകൾ ഉദാരമാക്കി സർക്കാർ. നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിലെ വീട് നിർമ്മാണത്തിന് തരംമാറ്റ അനുമതി വേണ്ട. അപേക്ഷകരോട് തരംമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ല എന്ന് തദ്ദേശ വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കർശന നിർദ്ദേശം നൽകി. MG പ്രതീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഇതിന്റെ വിശദാംശങ്ങൾ? പ്രതീഷ്. അർജിത്ത്, സാധാരണക്കാർക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. വീട് നിർമ്മാണത്തിലെ വ്യവസ്ഥകൾ ഉദാരമാക്കിക്കൊണ്ട് തദ്ദേശ വകുപ്പാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവിൽ പ്രധാനമായും പറയുന്ന കാര്യം നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം വിജ്ഞാപനം ചെയ്യാത്ത ഭൂമിയിലെ വീട് നിർമ്മാണത്തിന് തരംമാറ്റ അനുമതി വേണ്ട എന്നതാണ് പ്രധാനമായും ഈ ഉത്തരവിൽ പറയുന്ന കാര്യം. അതാ പരമാവധി 4.046 വിസ്തൃതിയുള്ള ഭൂമിയിൽ 120 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകൾക്കായിരിക്കും ഈ ഇളവ് എന്ന് കൂടി തദ്ദേശ വകുപ്പ് ഇറക്കിയ ഉത്തരവിൽ പറയുന്നുണ്ട്. അപേക്ഷകരോട് തരംമാറ്റ അനുമതി ആവശ്യപ്പെടാൻ പാടില്ല എന്ന തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് കൂടി ഉത്തരവിലൂടെ സർക്കാർ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ഈ ഇളവുകൾ ലഭ്യമാകുന്ന വീടുകൾക്കുള്ള പെർമിറ്റ് അപേക്ഷകൾ ഈ മാസം 28 മുമ്പ് തീർപ്പാക്കണമെന്ന് കൂടി ഉത്തരവിൽ സർക്കാർ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, തീർപ്പാക്കിയ വിവരം കൃത്യമായി അപേക്ഷകനെ അറിയിക്കണമെന്നൊരു നിർദ്ദേശം കൂടിയാണ് പ്രധാനമായും ഈ സർക്കാർ ഉത്തരവിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നിയമസഭയിലടക്കം ഇക്കാര്യം പറഞ്ഞിരുന്നു. കാരണം ഈ അർഹതപ്പെട്ട അപേക്ഷകൾ പലപ്പോഴും നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ അതിൽ കാലതാമസം ഉണ്ടാകുന്നു എന്നുള്ള കാര്യം മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിക്കുകയും അത്തരത്തിൽ അപേക്ഷ വൈകിപ്പിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാണ് നിയമസഭയിൽ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഈ വീട് നിർമ്മാണ വ്യവസ്ഥകൾ ഉദാരമാക്കിക്കൊണ്ട് തദ്ദേശ വകുപ്പ് ഉത്തരവും ഇറക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്. ശരി, MG പ്രതീഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കമന്റ് ബോക്സിലേക്ക് പോയാൽ വിവിധ വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ഇന്നലെ ഇടുക്കിയിൽ, ഇന്ന് വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യം, വലിയ പ്രതിഷേധം ഉയർന്നു വരുന്ന സാഹചര്യം. അതുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. വയനാട്ടിൽ നാളെ ഹർത്താലുണ്ടോ എന്ന് ചോദിക്കുന്ന പ്രേക്ഷകരുണ്ട്. ഇതിനൊക്കെ നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാം, വിശദമായി ഇതിനെക്കുറിച്ച് പറയുകയും ചെയ്യാം. അങ്ങനെ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളുണ്ട്. നമുക്ക് അടുത്ത റിപ്പോർട്ടിലേക്ക് കടന്നതിന് ശേഷം മറ്റ് കമൻറ്റുകളിലേക്ക് കടക്കാം എന്ന് തോന്നുന്നു. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ദാരുണ മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവാണ്. ഇന്നലെ രാത്രിയാണ് കാട്ടാന ആക്രമിച്ചത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാർമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് അടിയ ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വന്നത്. ഉന്നതിക്ക് തൊട്ടു താഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. പിന്നെ ഞാൻ അവിടെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കയറി വന്നപ്പോൾ ആനയും വന്നു. ആന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. 3 ആന വന്നു. 1 ആന വെള്ളം കുടിച്ചു പോയി. 2 ആനയും വെള്ളം കുടിച്ചു പോയി. അപ്പോൾ 1 ആന വന്നപ്പോഴാണ് ഇയാളെ. കേരള തമിഴ്നാട് അതിർത്തിയായ പാട്ടവയൽ നൂൽപ്പുഴ പ്രദേശത്താണ് കാട്ടാന ആക്രമണം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമാണിത്. ജനറൽ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി ഒഴിപ്പിച്ചുവെങ്കിലും ആദിവാസി കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമല്ല. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. പ്രതിഷേധത്തെ തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ
വരുണ്ടാലിയ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ച നടത്തി. പോസ്റ്റ്മോർട്ടം നടന്ന ബത്തേരി താലൂക്ക് ആശുപത്രിയിലും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിലും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. UDF നിയോജക മണ്ഡലം ചെയർമാൻ DP രാജശേഖരനെ പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. നീലഗിരി, പാട്ടവയൽ, വെള്ളരി ഉന്നതിയിലാണ് മാനുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 വയനാട്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മയിലിന്റെ മൃതദേഹം മുണ്ടക്കയം വിരിക്കാനി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ ഖബറടക്കി. സോഫിയയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. കാട്ടാനശല്യത്തിൽ ജില്ലാ കളക്ടർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഇന്നലെയൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വന്നത്. ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധം. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം നാളെ ചേരുന്നുണ്ട്. 8 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടുകാർ വിട്ടു നൽകിയത്. TRNT എസ്റ്റേറ്റിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ കൂടി നഷ്ടമാവില്ലായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ്. ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്, അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. 4ാമത്തെ കാര്യം, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. സോഫിയയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കി തുക ഉടൻ കൈമാറും. സർക്കാർ നഷ്ടപരിഹാരം മാത്രം നൽകി കൈയൊഴിയുകയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് MPയുടെ വിമർശനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നഷ്ടപരിഹാരത്ത് കൊടുക്കുക, അതോടുകൂടി ഈ ബാധ്യത തീരുന്നു. യാതൊരു ശ്രദ്ധയുമില്ലാതെ ആളുകളെ വീണ്ടും വീണ്ടും കുരുതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറ്റിയത്. കാട്ടാനശല്യത്തിൽ അടിയന്തര പരിഹാരമില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിനാണ് നാട്ടുകാരുടെ തീരുമാനം. മന്ത്രി അടക്കമുള്ള ആൾക്കാരോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ലൈഫ് വാർഡനോട് വരെ പരാതി പറഞ്ഞു. അവർ വന്ന് പ്രഹസനമായിട്ട് വന്ന് 2 വെടിയും പൊട്ടിച്ചിട്ട് പോവും. പിറ്റേ ദിവസം ഇത് തന്നെ. ഒരാഴ്ചക്കിടെ ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെയാളാണ് സോഫിയ. 24 ഇടുക്കി. കോഴിക്കോട് വിലങ്ങാട് വനഭൂമിയിലെ തീപിടുത്തം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. സമീപത്തെ കൃഷിയിടങ്ങളിലേക്ക് തീ പടർന്നു. തെക്കേ വായാട് റവന്യൂ ഫോറസ്റ്റിൽ ഇന്ന് വൈകുന്നേരം 5 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. രാഹുൽ സുരേഷ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ രാഹുൽ സുരേഷ്? റീജിത്ത്, വിലങ്ങാട് തെക്കേ വായാട് റവന്യൂ വനഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. പക്ഷേ ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. നാട്ടുകാരുടെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം കരികലുകൾക്കാണ് തീ പിടിച്ചത്. തുടർന്ന് അത് വലിയ രീതിയിൽ ആളി പടരുകയായിരുന്നു. വലിയ രീതിയിലുള്ള കാറ്റ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ വനഭൂമിയിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് തീ വ്യാപിക്കുകയാണ്. ഈ മലയുടെ താഴ്ഭാഗത്തും മുകൾ ഭാഗത്തുമാണ് ആൾതാമസമുള്ളത്. ഇതിൽ ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് തീ പടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല. റബ്ബർ മരങ്ങളിലേക്ക് ഉൾപ്പെടെ തീ വ്യാപിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ ഭാഗത്തേക്ക് ഫയർഫോഴ്സിന് ഉൾപ്പെടെ എത്താൻ ഒരു പരിമിതിയുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ മറ്റ് പച്ചിലകൾ ഉപയോഗിച്ചുകൊണ്ട് തീ തല്ലിക്കെടുത്തുന്ന ഒരു പ്രക്രിയയിലേക്കാണ് കടന്നിരിക്കുന്നത്. 4 ഏക്കറോളം ഭൂമിയിലേക്ക് ഇപ്പോൾ തീ വ്യാപിച്ചിട്ടുണ്ട്. അത് രാത്രിയാവുമ്പോൾ കാറ്റ് ശക്തമാവുകയാണെങ്കിൽ കൂടുതൽ വ്യാപിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും നാട്ടുകാരുടെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിലാണ് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത്. ശ്രീജിത്ത്, ശരി. രാഹുൽ സുരേഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. വന്യജീവി ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് വിനോദ് കുമാറിനെ പോലുള്ള പ്രേക്ഷകർ കമന്റ് ബോക്സിൽ ചൂണ്ടിക്കാട്ടുന്നത് സർക്കാരിനൊന്നും ചെയ്യാൻ കഴിയില്ലെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാൻ സർക്കാർ തയ്യാറാകണമെന്നുള്ളതാണ്. കാരണം അതീവ ഗുരുതരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഓരോ ദിവസവും ഇങ്ങനെ ആളുകൾക്ക് ജീവൻ നഷ്ടമാവുന്നു, ഗുരുതരമായി പരിക്കേൽക്കുന്നു, വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങൾ ദിനംപ്രതി എത്തുകയാണ്. ഇന്ന് വനമന്ത്രിയുടെ പ്രതികരണം, അതിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തുന്നു വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾക്ക് എന്ന് അറുതി ഉണ്ടാകുമെന്ന് പറയാൻ കഴിയില്ല എന്ന്
മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എല്ലായിടത്തും ക്യാമറ വെച്ച് നിരീക്ഷിക്കാനാകില്ല എന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വനാതിർത്തിയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശനും രംഗത്തെത്തി. കാട്ടാനാക്രമണത്തിൽ കഴിഞ്ഞ തവണ അനുവദിച്ച തുകയിൽ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല എന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും കഴിഞ്ഞ 4 വർഷമായി ചെയ്തിട്ടില്ല. ഗവൺമെൻറ് അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ ക്യാമറകളും മറ്റും വെച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മലയോര കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി വിഭവങ്ങൾ അവർക്കൊരു വർഷം മുഴുവൻ കഴിക്കാനുള്ളത് ഒരു നിമിഷം കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കുന്നു. അതിനെ നിയന്ത്രിക്കുവാനോ അതിന് വേണ്ടതായിരിക്കുന്ന സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷെ മനുഷ്യനെയും സംരക്ഷിക്കണം. മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഉത്സവത്തിനിടെ ഇടഞ്ഞ ആന കിണറ്റിൽ വീണു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി ആനയെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആളപായമില്ല. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ചേരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? സമീർ, റിജിത്ത്, പെരിന്തൽമണ്ണ ഉണ്ണിയന്ത്രൻ കാവിലാണ് ഇടഞ്ഞ ആന കിണറ്റിൽ വീണത്. ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന കേരളശ്ശേരി കണ്ണൻ എന്ന് പറയുന്ന ആനയാണ് ഈ കിണറ്റിൽ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആന ഇടഞ്ഞ ശേഷം ഓടുന്ന ഘട്ടത്തിൽ തന്നെ കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. അതിന് പിന്നാലെ ഈ JCB ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗത്തെ മണ്ണ് നീക്കിയാണ് ആനയെ കരയ്ക്ക് എത്തിച്ചിരിക്കുന്നത്. ആളപായമോ മറ്റു നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം. ഈ സൗണ്ട് ബോക്സിലെ മുഴക്കം കേട്ടാണ് ആന ഇടഞ്ഞത് എന്നുള്ളതാണ് പ്രദേശവാസികൾ വ്യക്തമാക്കുന്നത്. സമീർ ബിൻ കരീം തിരൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇടഞ്ഞ ആന കിണറ്റിൽ വീഴുകയായിരുന്നു. ആർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല. ആനയെ JCB ഉപയോഗിച്ച് കരയിലേക്ക് കയറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. തൃശൂർ പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആന ഇടഞ്ഞു. അയനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങളെത്തി ആനയെ തളച്ചു. ജീവൻ പോയിക്കണ. ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരം അത് കോഴിക്കോട്ട് നിന്നാണ്. കോഴിക്കോട് കല്ലായി AWH കോളേജിന് സമീപം ഒരാൾ പുഴയിൽ ചാടിയതായി സംശയം പറയുന്നു നാട്ടുകാർ. പന്നിയങ്കര പോലീസ്, ഫയർഫോഴ്സ്, തോണിക്കാർ, അവിടെയുള്ള പ്രദേശവാസികളെല്ലാം ചേർന്ന് പുഴയിൽ തിരച്ചിൽ നടത്തുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടന്നാൽ തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ ശാസ്താംനട സ്വദേശി ബാബു കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലാണ് എന്ന സ്ഥിരീകരണം ഇന്ന് വന്നു. പോലീസിന്റെയും വനവകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് സ്ഥിരീകരണമുണ്ടായത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇന്നലെ ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശാസ്താംനടയിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബാബു ജോലിക്കായി ഇറങ്ങിയത്. ഏറെ ദിവസം പിന്നിട്ടിട്ടും തിരിച്ചു വരാത്തതോടെയാണ് വനത്തിനുള്ളിൽ ഉൾപ്പെടെ നാട്ടുകാർ പരിശോധന നടത്തിയത്. ബാബുവിന്റെ മരണം കാട്ടാന ആക്രമണത്തിലാണെന്നും മൃതദേഹത്തിന് 3 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ബാബു കൊല്ലപ്പെട്ട് കിടന്നിടത്ത് ആനയുടെ കാൽപാദം ഉൾപ്പെടെ കണ്ടെത്തി. വനത്തിനുള്ളിൽ വച്ചാണ് കാട്ടാന ആക്രമണം നടന്നതെന്നും വനം വകുപ്പും സ്ഥിരീകരിക്കുന്നു. 24 തിരുവനന്തപുരം. ദിനേശ് ഹരിപ്പാട് എന്ന പ്രേക്ഷകൻ കമന്റ് ബോക്സിൽ കുറേ നേരമായി ചോദിക്കുന്ന ഒരു കാര്യം, ഈ ജമ്മു കശ്മീരിലെ അഖ്നൂർ സെക്ടറിൽ ഭീകരാക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ച വാർത്ത, എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ പറയാത്തത് എന്നുള്ളതാണ്. നിയന്ത്രണ രേഖയിൽ അതിർത്തി വേലിക്ക് സമീപം പെട്രോളിംഗ് നടത്തുന്നതിനിടെ ഭീകരവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചാണ് 2 പേർക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മരിച്ചവരിൽ ഒരു ക്യാപ്റ്റനും ഉൾപ്പെടുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റ മറ്റൊരു സൈനികൻ അപകടനില തരണം ചെയ്തിട്ടുണ്ട് എന്നാണ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ പ്രദേശത്ത് സൈന്യം വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തുന്നു എന്നുള്ളതാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പാതിവില തട്ടിപ്പ് കേസിന്റെ പുതിയ വിവരങ്ങളിലേക്ക് പോയാൽ പ്രതി അനന്തകൃഷ്ണൻ ലക്ഷ്യമിട്ടത്
കൂടുതൽ വലിയ തട്ടിപ്പുകളാണ് എന്ന വിവരം ഇന്ന് പുറത്തുവന്നു. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ, വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് വോളണ്ടിയർ ഗ്രാം എന്നിവയിലൂടെ പണം തട്ടാനായിരുന്നു അനന്തുകൃഷ്ണന്റെ പദ്ധതി. CSR ഫണ്ടിന് പകരം തനത് നിലയിൽ പണസമാഹരണവും ലക്ഷ്യമിടുന്നതായി അനന്തുകൃഷ്ണൻ വെളിപ്പെടുത്തിയിരുന്നു. അനന്തുകൃഷ്ണന്റെ വിശദീകരണ ശബ്ദരേഖ 24 പുറത്തുവിട്ടു. പാതിവില തട്ടിപ്പിൽ പിടിയിലായിരുന്നില്ലെങ്കിൽ അനന്തുകൃഷ്ണൻ തട്ടിയെടുക്കാനിരുന്നത് അനേക കോടികൾ. ഗാർമെന്റ് ക്ലസ്റ്ററുകൾ തുടങ്ങുമെന്ന പ്രഖ്യാപനവും ഇയാൾ നടത്തി. അപ്പോൾ വ്യവസായ യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി നിക്ഷേപം നടത്താൻ ആഗ്രഹിച്ചവരുടെ കയ്യിൽ നിന്നുള്ള പൈസയാണ് മുടക്കിയിട്ടുള്ളത്. അവരുടെ മുതൽ മുടക്കാണ് യഥാർത്ഥത്തിൽ അത് എൻ്റെ കമ്പനിയെ വിശ്വാസത്തിൽ എന്നെ ഒരു കൺസൾട്ടന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിശ്വാസം അർപ്പിച്ച് അവർ നൽകിയ പൈസയാണ് ഞാൻ ഇതിനകത്ത് മുടക്കിയിട്ടുള്ളത്. ആ ഇൻഡസ്ട്രിയൽ മെഷീനുകളിൽ അവർക്കിനി തയ്യലിന്റെ പരിശീലനം കൊടുക്കാൻ കഴിയും, തുണിത്തരങ്ങൾ കൊടുക്കാൻ കഴിയും, ക്ലസ്റ്ററുകൾ തുടങ്ങാൻ പോകും. നമ്മൾ 100 ക്ലസ്റ്റർ അനൗൺസ് ചെയ്ത് നടത്താൻ പോകാൻ വേണ്ടിയാണ്. 100 ക്ലസ്റ്ററുകളിലേക്ക് മെറ്റീരിയൽസ് എത്താൻ പോവുകയാണ് അടുത്ത ദിവസം. ഇൻസ്റ്റഗ്രാമിന് ബദലായി വോളണ്ടിയർ ഗ്രാം എന്ന ആപ്പ് പുറത്തിറക്കുന്നതും വളരുന്നതും വിൽക്കുന്നതും ഇയാളുടെ ചിന്തയിലുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കുകയായിരുന്നു ലക്ഷ്യം. നിലവിൽ ഇത്രയും കുട്ടികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തു. ആ കുട്ടികളെ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ട്. അവരൊരു വോളണ്ടിയർ ഗ്രാം എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാമിന് ബദൽ പോലെയുള്ള ഒരു വോളണ്ടിയർ ഗ്രാം ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ കുട്ടികൾ നാളെ അത് ചെയ്യാൻ വരുമ്പം ആ ആപ്പിനുള്ളിലേക്ക് ലക്ഷക്കണക്കിന് കുട്ടികളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് വന്ന് യുവാക്കൾ വരുമ്പോൾ അതിന് വാല്യുവേഷൻ നടത്തി ആ വാല്യുവേഷൻ കഴിഞ്ഞിട്ട് ആ ആപ്പിനെ വിൽക്കണമെന്നാണ് നമ്മുടെ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. സംസ്ഥാനത്തെ ചില രൂപതകൾ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടെന്ന വാദവും ഇയാൾ നിരത്തി. എന്നെ അതിനകത്ത് ഒരു 60-ലധികം രൂപതകൾ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ ഓരോ രൂപതയുടെ പേരെടുത്ത് ഇപ്പൊ പറയാൻ വെച്ച് കഴിഞ്ഞാൽ ആ ഓരോ രൂപതയും ചില ക്ലസ്റ്ററുകളിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഓരോ രൂപതകളും എന്നെ സഹായിച്ചവരുണ്ട്, വ്യക്തികളുണ്ട്. ആ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ പ്രോജക്റ്റുകൾ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിൽ NGO കോൺഫെഡറേഷൻ യോഗത്തിലായിരുന്നു അനന്തകൃഷ്ണന്റെ വിശദീകരണങ്ങൾ. വാങ്ങിയ പണത്തിന് വാഗ്ദാനം നടപ്പാക്കാതെ വന്നപ്പോൾ പലരും ചോദ്യം ചെയ്തു. കഴിഞ്ഞ ജൂൺ 30-നകം വാഗ്ദാനം നിറവേറ്റുമെന്നും ഇയാൾ യോഗത്തിൽ പ്രഖ്യാപിച്ചു. CSR ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ തനിക്ക് കൺസൾട്ടൻസി ഫീസ് തരുന്നവരുണ്ടെന്നും ഡീലർ കമ്മീഷൻ കിട്ടുമെന്നും ആ പണം വാഗ്ദാനം നിറവേറ്റാൻ വിനിയോഗിക്കുമെന്നൊക്കെ അനന്തകൃഷ്ണൻ യോഗത്തിൽ അവകാശപ്പെടുന്നുണ്ട്. ബി ദിലീപ് കുമാർ, ന്യൂസ് ഡെസ്ക് 24. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മൂവാറ്റുപുഴ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പ്രതിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കില്ലെന്നും സിവിൽ കോടതിയിൽ പരിഗണിക്കേണ്ട കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പോലീസ് പറയുന്നത് പോലെ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നതായി കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരെ പ്രതി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയ കാര്യം അനന്തുകൃഷ്ണന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി അശോക ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിന്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അനന്ത് പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം തട്ടിപ്പ് പരാതിയിൽ പൊൻകുന്നം പോലീസും ഇന്ന് അനന്തുകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്യാംകുമാർ, 24, കൊച്ചി. കാസർഗോഡ് പൊയ്നാച്ചിയിൽ പട്ടയഭൂമിയെ ചൊല്ലി റവന്യൂ ജീവനക്കാരും ഭൂവുടമയും തമ്മിൽ തർക്കം. പൊയ്നാച്ചി തെക്കിൽ വില്ലേജിൽ UB ആയിഷയും റവന്യൂ ഉദ്യോഗസ്ഥരും തമ്മിലാണ് തർക്കം നിലനിൽക്കുന്നത്. ആയിഷയുടെ ഭൂമിയിൽ നിന്ന് 10 സെന്റ് സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് നൽകുന്നുവെന്നാണ് ആരോപണം. പൊയ്നാച്ചി തെക്കിൽ വില്ലേജിൽ UB ആയിഷയ്ക്ക് 1988-ലാണ് സംസ്ഥാന സർക്കാർ ഒരേക്കർ ഭൂമി പതിച്ചു നൽകിയത്. 2014-ൽ ഒരേക്കർ ഭൂമിയിൽ നിന്ന് 10 സെന്റ് ഭൂമി മകൻ BA ഇസ്മായിലിന് കൈമാറി. 2019 വരെ ഭൂമിയിൽ നികുതി അടച്ചു. ഇസ്മായിലിന് കൈമാറിയ 10 സെന്റ് ഭൂമിയെ ചൊല്ലിയാണ് പിന്നീട് തർക്കമുയർന്നത്. 10 സെന്റ് ഭൂമി സർക്കാർ ഭൂമിയാണെന്നും ഇതിൽ UB ആയിഷയ്ക്കും മകൻ ഇസ്മായിലിനും ബന്ധമില്ലെന്നും റവന്യൂ വകുപ്പ് കണ്ടെത്തി. തുടർന്ന് നടന്ന നിയമപോരാട്ടത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണറും കാസർഗോഡ് ജില്ലാ കോടതിയും ജില്ലാ കളക്ടറും ഉൾപ്പെടെ ആയിഷയ്ക്കും മകൻ ഇസ്മായിലിനും അനുകൂലമായി ഉത്തരവിട്ടു. എന്നിട്ടും നികുതി സ്വീകരിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. എല്ലാ കാര്യങ്ങളും ജില്ലാ കളക്ടർ മുതൽ വില്ലേജ് ഓഫീസർ വരെയുള്ള ആൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അന്നത്തെ വില്ലേജ് ഓഫീസർ പൊയ്നാച്ചി രമേശൻ സാറായിരുന്നു അന്നത്തെ തെക്കേ വില്ലേജ് ഓഫീസർ.
ആ വില്ലേജ് ഓഫീസർ എൻ്റെ ഭൂമിയെ ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഒരുപാട് ഫയലുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്ന് എൻ്റെ നികുതി ഇന്നും കേരള സർക്കാർ അദാലത്തിൽ ഉത്തരവാക്കിയിട്ടും എൻ്റെ നികുതി എടുക്കണമെന്ന് ഉത്തരവാക്കിയിട്ടും ഈ നികുതി എടുക്കാത്തത്. ഇസ്മായിലിന് വിവരാവകാശ പ്രകാരം ലഭിച്ച മറുപടിയിൽ 10 സെന്റ് ഭൂമി മറ്റൊരു സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകാൻ നീക്കം നടക്കുന്നതായി മനസ്സിലായി. 2024 ഡിസംബറിൽ കാസർഗോഡ് ജില്ലയിൽ നടന്ന കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഇടപെട്ട് ഇസ്മായിലിന് നികുതി അടയ്ക്കാൻ അനുമതി നൽകി ഉത്തരവിട്ടു. പക്ഷേ സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കുന്നില്ലെന്നാണ് ഇസ്മായിലിൻ്റെ ആരോപണം. റവന്യൂ വകുപ്പിലെ ജോയിന്റ് കൗൺസിൽ അംഗങ്ങളാണ് ഈ നീക്കത്തിന് പിന്നിലെന്നും എതിർകക്ഷിയായ സ്വകാര്യ വ്യക്തി CPI അംഗമാണെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇസ്മായിലും കുടുംബവും 25 ദിവസമായി കളക്ടറേറ്റിന് മുന്നിൽ സമരത്തിലാണ്. 24 കാസർഗോഡ്. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെ പ്രതിഷേധവുമായി വിദ്യാർത്ഥി സംഘടനകൾ. ഇന്നത്തെ സാഹചര്യത്തിൽ സ്വകാര്യ സർവകലാശാലകൾ ആവശ്യമാണെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു പറയുന്നു. മാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്ന നിലപാടുകൾ എന്തെല്ലാം കാണാം. M. അഫ്സൽ തയ്യാറാക്കിയ വാൽകഷണം. അല്ല, നമ്മളെ ഉന്നത വിദ്യാഭ്യാസം ഇപ്പൊ എവിടം വരെ എത്തി? നമ്മൾ ആഗോളവൽക്കരണത്തിന്റെ 3.5 പതിറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. മനസ്സിലാക്കി കളഞ്ഞല്ല. ഇതിങ്ങനെ ഇപ്പൊ എന്തിനാ പറയണത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? 10-20 കൊല്ലം മുമ്പ് ചെയ്യേണ്ടതും പറയേണ്ടതും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പോഴാണ്. ഒരു മരം വയ്ക്കുമ്പോൾ 20 കൊല്ലം മുമ്പ് വയ്ക്കണം എന്നാണ് ശാസ്ത്രം. അത് നടക്കാത്തത് കൊണ്ട് ഇനി 20 കൊല്ലം കഴിഞ്ഞിട്ടെങ്കിലും നമുക്ക് നോക്കാം. നിങ്ങൾ ശവത്തി കുത്തല്ലേ, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ? ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. കാലത്തിനനുസൃതമായിട്ടാണല്ലോ നമ്മൾ തീരുമാനം എടുക്കുക. വിപ്ലവം ജയിക്കട്ടെ, മാറ്റല്ലാത്തത് മാറ്റത്തിന് മാത്രം. വിപ്ലവം നടക്കുമ്പോൾ നിലപാടിനൊന്നും ഇവിടെ പ്രസക്തി ഇല്ല. ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിന്റെ ഭാഗമായി കൂടിയാണ്. അല്ല, ആ മൂർത്ത സാഹചര്യം ഇപ്പൊ വന്നോ? ഇപ്പോഴത്തെ മൂർത്ത സാഹചര്യങ്ങൾക്കനുസരിച്ച് മൂർത്തമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്. ഈ സാഹചര്യമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് സ്വകാര്യ സർവകലാശാലയൊക്കെ കൊണ്ടുവരാൻ നോക്കിയതായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നീങ്ങിയത്. പക്ഷെ അന്നത്തെ സന്ദർഭം ഇന്നത്തെ സന്ദർഭം മാറ്റമുണ്ട്. ഈ സന്ദർഭത്തിൽ അത് ആവശ്യമാണ് എന്ന് കാണുന്നു. അന്ന് ഈ ആവശ്യം മുൻകൂട്ടി കണ്ട ഒരാളെ നമ്മൾ കൈകാര്യം ചെയ്ത് അങ്ങോട്ട് വിട്ടു. ഞങ്ങളതിന് ഒരുപാട് ബ്രോഷറുകളൊക്കെ ഉണ്ടാക്കി പല യൂണിവേഴ്സിറ്റികളെ അയച്ചു. 30 ഫോറിൻ യൂണിവേഴ്സിറ്റിയിലുള്ള കോൺഫറൻസിലുണ്ടായിരുന്നു എന്നെ അവർ ആക്രമിച്ച സമയത്ത്. അല്ല, അന്ന് എന്തിനാണ് ഈ മനുഷ്യനെ SFIക്കാർ ആക്രമിച്ചത്? ആ സമയത്ത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അങ്ങനെ SFIക്കാർ അടിച്ചങ്ങോട്ട് നിരത്തി. അല്ല, സത്യത്തിൽ എന്തിനാന്ന് പ്രശ്നം ഉണ്ടാക്കിയത്? നേരത്തെ അത് അത്രത്തോളം ആവശ്യമുള്ള ഒരു സാഹചര്യം നിലനിന്നിരുന്നില്ല. ഇപ്പോഴാണ് നമ്മൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായത്. അപ്പോൾ ഇപ്പോഴാണ് ശരിയായ സമയം. ഇടാ, നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഓരോന്നിനും ഓരോ സമയമുണ്ട്. അല്ല, നമുക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന സമയത്തൊക്കെ അന്നിങ്ങോട്ട് വന്നവരൊക്കെ ഇനി വരുമോ? അപ്പോൾ അവരെല്ലാം ഇനി ഞങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതിനെ അവരെ തിരിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമല്ല. അല്ല, ഇനിയിപ്പോൾ അവർ വരുമല്ലേ എന്നുള്ളത് മാത്രമല്ല പ്രശ്നം. ഇപ്പോഴും 20 കൊല്ലം മുമ്പത്തെ അതേ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണവരുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള വാദമുഖങ്ങൾ ആരെങ്കിലും ഉയർത്തുകയാണെങ്കിൽ അത് അടിസ്ഥാനരഹിതമാണ്. അങ്ങനെയാണെങ്കിലേ നമ്മൾ ASFകാരില്ലേ, ഓരോ പോസ്റ്റർ ഒട്ടിച്ച് അങ്ങോട്ട് പോയിക്കണം. മന്ത്രി കണ്ടില്ലേ, ഈ ASFകാർക്ക് ഇത് മനസ്സിലാവാൻ ഇനി എത്ര കൊല്ലം നമ്മൾ കാത്തിരിക്കണം? CPIയുടെ ക്യാബിനറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഇരുന്ന് ഐക്യകണ്ഠേന അംഗീകരിച്ചിട്ടുള്ള ബില്ലാണ്. അപ്പൊ മന്ത്രി ASFകാരെ കൈവിട്ടു. അപ്പൊ എങ്ങനെ SFIക്കാരെ ASFകാരെ കൂടി നിങ്ങൾ ഇനിയും തല്ലുണ്ടാക്കാൻ പോവുമോ? അതിൽ സാമൂഹിക നീതിയും അതുപോലെ തന്നെ മെറിറ്റും ഉറപ്പുവരുത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം എടുത്തുകൊണ്ടാണ് സംസ്ഥാന ഗവൺമെൻറ് ഈ നിലയിൽ ഇപ്പോൾ ഒരു ബില്ല് കൊണ്ടുവരാൻ നിൽക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിന്റെ പേരിൽ ഇനി ആരെങ്കിലും പിടിച്ച് തല്ലുവോ? ഓരോന്നിനും ഓരോ സമയമുണ്ട്, ആ സമയത്ത് ചെയ്യാൻ പറ്റൂ. സമരത്തിന്റെ പേരിൽ തല്ലിയ ഓരോ തല്ലും സമയം തെറ്റി തിരിച്ചിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏതൊക്കെ സമയത്ത് ഏതൊക്കെ നിലപാടും തീരുമാനങ്ങളാണ് മാറുക മാറ്റുക എന്നൊക്കെ കാത്തിരുന്ന് കാണാം.
കോട്ടയം ഗാന്ധിനഗർ സ്കൂൾ ഓഫ് നഴ്സിംഗിലെ ക്രൂരമായ റാഗിങ്ങിൽ അവിടെ 3ാം വർഷ വിദ്യാർത്ഥികളായ 5 പേർക്കെതിരെ ഗാന്ധിനഗർ പോലീസ് കേസെടുത്തു എന്ന വിവരം കൂടി നേരത്തെ പറഞ്ഞതിനൊപ്പം കൂട്ടിച്ചേർക്കുകയാണ്. മറ്റൊന്ന്, കൊല്ലം കുളത്തൂപ്പുഴയിലെ വൻ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് അഞ്ചൽ റേഞ്ച് ഓഫീസർ അജികുമാർ അറിയിക്കുന്നു. തീപിടുത്തത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. പ്രൈം ടൈമിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. നമസ്കാരം.